കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഹമ്മദാബാദിലേക്ക് തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. രാജ്യം ഏറെ സങ്കടത്തിലേക്ക് തള്ളിവിടുന്ന, ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിമാന ദുരന്തമായി അഹമ്മദാബാദ് വിമാന ദുരന്തം മാറുകയാണ്. രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമായി അഹമ്മദാബാദ് വിമാന ദുരന്തം മാറുന്നു. 369 ജീവനുകൾ പൊലിഞ്ഞ 96-ലെ ദാദ്രി വിമാന അപകടത്തിന് ശേഷം 242 പേർ യാത്ര ചെയ്ത അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന, പിന്നീട് തകർന്ന് അഗ്നിഗോളമായി മാറിയ വിമാന അപകടം നമ്മയൊക്കെ തന്നെ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന വലിയൊരു ദുരന്തമായി മാറുന്നു. അപകട വാർത്തയുടെ ആഘാതം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ പോലീസ് മേധാവിയുടെ വിവരങ്ങൾ. അദ്ദേഹം പങ്കുവെക്കുന്ന വിവരങ്ങൾ, വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. പ്രശാന്ത്, 242 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ ഈ ദുരന്തം നടന്ന ഹോസ്റ്റലിലടക്കം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, അവിടെ നാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ എത്രമാത്രം വലിയ ദുരന്തമായി ഇത് മാറും എന്നത് ഈ ഘട്ടത്തിൽ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. അതെ, ഇപ്പോൾ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ അവർ ഒരു നോട്ട് നൽകിയിട്ടുണ്ട്, പത്രക്കുറിപ്പ് അവർ നൽകിയിരിക്കുകയാണ്. അവർ പറയുന്നത്, as per discussion with President RDA, BJ Medical College, Ahmedabad and Vice President FIMA, Dr. Dhaval Gemmeti, till now around 50 to 60 MBBS students are admitted and everyone is stable എന്നതാണ്. 4 to 5 MBBS students are missing and 2-3 in HDU and ICU. 3-4 relatives of super specialist resident doctors are missing right now, and wife of one found dead, and most of the passengers of flight are brought dead എന്നാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. വി അപ്പീൽ എവരിവൺ ഡോണ്ട് ബി പാനിക്, ബി കാം എന്നതാണ് ഈ ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടന നൽകുന്ന സൂചന അനുസരിച്ച് 50-നും 60-നും ഇടയ്ക്ക് MBBS വിദ്യാർത്ഥികളെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആശുപത്രിയിൽ ഇപ്പോൾ 50-നും 60-നും ഇടയ്ക്ക് MBBS വിദ്യാർത്ഥികളുണ്ട്. അവരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ആശുപത്രിയിൽ. 4-5 MBBS വിദ്യാർത്ഥികൾ ഇപ്പോൾ കാണാതായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ 4-5 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 2-3 ആൾക്കാരെ ഇപ്പോൾ ICUയിലോ HDUയിലോ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികൾ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആകെ എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 60-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ 50-60 വിദ്യാർത്ഥികളെ ഇപ്പോൾ എന്തായാലും ഈ ആശുപത്രിയിലുണ്ട്. പക്ഷെ അവരെല്ലാവരും തന്നെ ഇപ്പോൾ അപകട നില തരണം ചെയ്തിട്ടുണ്ട്, ആർക്കും വലിയ പ്രശ്നങ്ങളില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷെ 4-5 വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട്. ഒപ്പം 2-3 ആൾക്കാർ ഇപ്പോൾ ICUയിൽ ചികിത്സയിലാണ് എന്ന സൂചന കൂടി ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന നൽകുകയാണ്. അതുകൊണ്ട് 3-4 ബന്ധുക്കൾ, ഈ സൂപ്പർ സ്പെഷ്യാലിസ്റ്റ് റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ 3-4 ബന്ധുക്കൾ അവിടെ എത്തിയിരുന്നു, ആ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. ഒരാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കാണാതായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ബന്ധുക്കളായി അവിടെ എത്തിയിരുന്ന 3-4 ആൾക്കാരെ കാണാതായിട്ടുണ്ട്. ഒരു ഡോക്ടറുടെ ഭാര്യയെ കാണാതായിട്ടുണ്ട് എന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ ഇപ്പോൾ 4-5 പേരാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ളത്. ഒപ്പം 4-5 പേരെ കാണാതായിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളായിട്ടുള്ള 4-5 ആൾക്കാരെയും കാണാതായിട്ടുണ്ട്. അങ്ങനെ 10 പേരെങ്കിലും കാണാതായിട്ടുണ്ട്. അവർ ഈ അപകടത്തിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന നൽകുന്ന സൂചന. പക്ഷേ 50-60 വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ കാര്യമായ പരിക്കുകൾ അവർക്കില്ല എന്നതാണ് ഈ ഡോക്ടർമാരുടെ. സാധാരണ ജനവാസ മേഖലയിലേക്കാണ് എയർ ഇന്ത്യയുടെ ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മേഘാനി പ്രദേശത്തുള്ള MBBS വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം ഹോസ്റ്റലിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. പരിചയ സമ്പന്നരായ പൈലറ്റുമാരാണ് ഈ വിമാനം പറത്തിയത്. സഹായ പൈലറ്റ് ഈ അപകട വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ആ പ്രതികരണം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ തകർന്നു വീണു. ആ തകർച്ചയുടെ ആഘാതം യാത്രക്കാരിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ അഹമ്മദാബാദിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. വിമാനത്തിൽ ഉണ്ടായിരുന്നവരാരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി അഹമ്മദാബാദിൽ മാധ്യമങ്ങളെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് എത്ര മനുഷ്യരുണ്ടായിരുന്നു, അവരിൽ ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളും ഈ ഘട്ടത്തിൽ പൂർണ്ണമായി ലഭ്യമായിട്ടില്ല. രാജ്യം ഞെട്ടലോടുകൂടിയാണ്, വേദനയോടുകൂടിയാണ് ഇപ്പോൾ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി അഹമ്മദാബാദ് വിമാന ദുരന്തം മാറുകയാണ്.
എക്കാലത്തെയും വലിയ